ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സസ്പെൻഷനിൽ കഴിയുന്ന ഡോക്ടർ ബി അശോക്, എൻ പ്രശാന്ത് IAS എന്നിവർ സർവീസിലേക്ക് മടങ്ങിവരും. സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. വൈകാതെ ഉത്തരവ് പുറത്തിറങ്ങും. ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ചന്തു, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് ചീഫ് സെക്രട്ടറിക്കെതിരെയായാലും സർക്കാരിനെതിരെയായാലും പല തുറന്നു പറച്ചിലുകൾ നടത്തിയ ഉദ്യോഗസ്ഥരാണ്. ഒടുവിൽ പുതിയ സർക്കാർ അവരെ സർവീസിലേക്ക് സസ്പെൻഷൻ മാറ്റി തിരികെ എത്തിക്കുകയാണ്. എൻ പ്രശാന്ത് IAS തിരിച്ചു വരുന്നു സർവീസിലേക്ക്. കുറച്ചു നാളായി സസ്പെൻഷനിലായിരുന്നു. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷമായി സസ്പെൻഷനിൽ തുടരുകയാണ്. ബി അശോക് 1.5 മാസത്തിലധികമായി സസ്പെൻഷനിൽ തുടരുന്നുണ്ട്. ഈ രണ്ടുപേരും സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. എൻ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുക മാത്രമല്ല, ചീഫ് സെക്രട്ടറിക്കെതിരെ അടക്കം, ജയതിലകിനെതിരെ അടക്കം പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ തുടരെ പങ്കുവച്ചു. അത് പലതവണ ആവർത്തിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സസ്പെൻഷനിലേക്ക് വന്നത്. ഈ എൻ പ്രശാന്ത് പലതവണ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തന്നെ ഈ ചീഫ് സെക്രട്ടറി ജയതിലകൊക്കെ ഇടപെട്ടാണ് ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് നടത്തിയതെന്നും തിരിച്ച് സർവീസിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ ഇത്തരത്തിൽ പ്രശ്നമായി നിൽക്കുന്നതെന്നും അടക്കം പരസ്യ വിമർശനം നടത്തിയിരുന്നു. തുടർന്ന് അദ്ദേഹം സസ്പെൻഷനിലേക്ക് പോയത്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ കാലാവധി കഴിയുന്ന മുറയ്ക്ക് വീണ്ടും സസ്പെൻഷൻ നീട്ടി നൽകുകയായിരുന്നു കഴിഞ്ഞ സർക്കാർ ചെയ്തിരുന്നത്. ബി അശോകിനെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി. ഇവർ രണ്ടുപേരും സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചാണ് ഇത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു സസ്പെൻഷനിലേക്ക് നിർത്തിയിരുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇവർ വീണ്ടും സർവീസിലേക്ക് മടങ്ങി വരുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സർവീസ് ചട്ടങ്ങളുടെ കാര്യമായതിനാൽ അത് പരിശോധിക്കാൻ കാലതാമസം എടുക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇവരെ തിരിച്ച് സസ്പെൻഷൻ പിൻവലിച്ച് തിരികെ എടുക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. എന്തായാലും IAS തലപ്പത്തടക്കം അഴിച്ചുപണിക്ക് സർക്കാർ മുതിരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇരുവരെയും തിരിച്ച് കൊണ്ടുവരുന്നതിനുള്ള നീക്കം. ഇന്ന് KPCC യോഗമൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ച് തിരികെ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇവരെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച ഫയലിൽ ഒപ്പുവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. ഉത്തരവ് വൈകാതെ തന്നെ പുറത്തു വരുമെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും കഴിഞ്ഞ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അടക്കം ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് പരസ്യമായി നിലകൊണ്ട 2 ഉദ്യോഗസ്ഥരായിരുന്നു എൻ പ്രശാന്തും ബി അശോകും. അവർ UDF സർക്കാർ വരുമ്പോൾ ആദ്യം തന്നെ തിരിച്ചു വരുന്ന ബി അശോക് നേരത്തെ സർക്കാർ മാറിയ സമയത്തൊക്കെ അത്തരത്തിൽ തിരിച്ചു വരുമെന്ന സൂചന നൽകിക്കൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പൊക്കെ പങ്കുവച്ചിരുന്നു. മാത്രമല്ല, ഇന്നും കഴിഞ്ഞ VSന്റെ കൂടെ ഉണ്ടായിരുന്ന സുരേഷിന്റെ പുസ്തക പ്രകാശന ചടങ്ങിലൊക്കെ ഈ 2 ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ സർക്കാരിനെ വിമർശിക്കുന്ന പല പരിപാടികളുടെയും ഭാഗമായി കൂടി ഇവർ കഴിഞ്ഞ നാളുകളായി സസ്പെൻഷനിലായിരുന്ന നാളുകളിൽ തുടരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇരുവരുടെയും സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യത്തിൽ അവർ മുതൽ തന്നെ സർവീസിലേക്ക് തിരിച്ചുവരും. ഏത് വകുപ്പുകളിലേക്കായിരിക്കും മടങ്ങി എത്തുക എന്നത് സംബന്ധിച്ചൊക്കെ തീരുമാനം വൈകാതെ ഉണ്ടാകും. വൈകാതെ തന്നെ സംബന്ധിച്ച ഉത്തരവും പുറത്തുവരും.